കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ വണക്കമാസമായ ഈ മെയ് മാസത്തിൽ അമ്മയുടെ ഗുണങ്ങളെയും നന്മകളെയും നമ്മൾ ധ്യാനിക്കുകയാണ്. സ്തോത്രഗീതത്തിൽ അമ്മ ഇതാ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന ഓരോ വാക്യങ്ങളും അമ്മയുടെ ജീവിതത്തിൻ്റെ ആ മനോഹരമായ അവസ്ഥയെ നമ്മുടെ മുമ്പിൽ ഇതാ കാണിച്ചു തരികയാണ്, വിവരിച്ചു തരികയാണ്. അമ്മയുടെ ജീവിതത്തിൻ്റെ ആ സുഹൃതങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാൻ പ്രിയം നിറഞ്ഞവരെ. സ്തോത്രഗീതം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും. പ്രിയം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ എളിമയുടെ വിനയത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു വാക്യമാണ് പ്രിയം നിറഞ്ഞവരെ ഈ വചനം. പരിശുദ്ധ അമ്മ എപ്പോഴും കർത്താവിന് മുമ്പിൽ പറയുന്നൊരു വാക്യം, കർത്താവ് ഇതാ അങ്ങയുടെ ദാസി. എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുള്ളൊരു മനോഭാവമാണ്, ദാസിയാണ്, ഞാൻ ദാസിയാണ്. പ്രിയ നിറഞ്ഞവരെ, തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ അങ്ങയുടെ ദാസനാണ്, ദാസിയാണ് എന്നുള്ള ആഴമേറിയ മനോഭാവം, അതൊരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മനോഭാവമാണ്. പ്രിയ നിറഞ്ഞവരെ, ആ മനോഭാവം എന്നെ ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ എളിമ എന്ന പുണ്യം ഇങ്ങനെ വളരാൻ തുടങ്ങും. പ്രിയ നിറഞ്ഞവരെ, ഒരു ദാസൻ്റെ മനോഭാവം എൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ മാത്രമാണ് എന്നിൽ എളിമ എന്ന പുണ്യം വളരുകയുള്ളൂ. ഈ എളിമ എന്ന പുണ്യം വളർന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സകല കൃപകൾ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മീയ ആചാര്യന്മാർ പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ് പ്രിയ നിറഞ്ഞവരെ, എളിമയുടെ താഴ്വാരങ്ങളിലാണ് പുണ്യങ്ങളുടെ പുഷ്പങ്ങൾ വിരിയുന്നത്. എളിമയുടെ താഴ്വാരങ്ങളിലാണ് പുണ്യങ്ങളുടെ പുഷ്പങ്ങൾ വിരിയുന്നത്. പരിശുദ്ധ അമ്മ ഉദ്ഘോഷിക്കുന്നു, ഇതാ എൻ്റെ ദാസി, അങ്ങയുടെ ദാസിയുടെ താഴ്മയെ അങ്ങ് കടാക്ഷിച്ചു. മനുഷ്യൻ്റെ എളിമയെ, വിനയത്തെ അത്രമാത്രം കടാക്ഷിക്കുന്ന, കടാക്ഷിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കരുണയോടെ വീക്ഷിക്കുക എന്നാണ്. കടാക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയോടെ വീക്ഷിക്കുക. മനുഷ്യൻ്റെ എളിമയെ കരുണയോടെ വീക്ഷിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ഇപ്പോൾ മുതൽ സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയാൻ നിറഞ്ഞവരെ? ഭാഗ്യവതി. അതെനിക്ക് ഭാഗ്യമായി കിട്ടുന്ന കുറേ നന്മകളോ സമ്പത്തൊന്നും അല്ല എൻ്റെ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം. ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി ഞാൻ മാറിയെന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള വിശേഷണമാണ് ഭാഗ്യവതി എന്ന് പറയുന്നത്. സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറയാൻ കാരണം, പരിശുദ്ധ അമ്മയുടെ ഈ ദാസിയുടെ മനോഭാവം എളിമയിലേക്ക് നയിക്കുകയും ആ എളിമയെ തമ്പുരാൻ കടാക്ഷിച്ച് അവിടുത്തെ കരുണയോടെ കടാക്ഷിച്ചു അവിടുത്തെ കൃപ അവളിലേക്ക് ചൊരിയുകയും ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇപ്രകാരം ഉപേക്ഷിക്കുന്നത്, സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആ ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇതാ രക്ഷകനെ തന്നെ ഉദരത്തിൽ ജന്മം കൊടുക്കാനായിട്ട് അവളെ ശക്തയാക്കിയത്, അവളെ പ്രാപ്തരാക്കിയത്. അതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. ദൈവം അതിനെ അനുവദിച്ചു, കരുണയോടെ കടാക്ഷിച്ചപ്പോൾ അതാ രക്ഷകൻ തന്നെ അവളുടെ ഉദരത്തിൽ ഇതാ കുഞ്ഞായി വന്ന് പിറക്കുന്നു. ഈശോ, എത്രയോ മനോഹരമായ, അനുഗ്രഹീതമായ, സൗഭാഗ്യപൂർണമായ ഒരു അവസ്ഥ. പ്രിയ നിറഞ്ഞവരെ, ഇത് ദിവ്യകാനീശ്വരുടെ മുമ്പിൽ നമുക്കായിരിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു ദാസിയുടെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് എളിമയിൽ വളർന്ന് തമ്പുരാൻ്റെ ആ കടാക്ഷം, കരുണ നിറഞ്ഞ കടാക്ഷത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മളും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളായിട്ട് മാറട്ടെ. ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറട്ടെ, ദൈവത്തിൻ്റെ പ്രിയഭാജനങ്ങളായി നമ്മൾ മാറട്ടെ. ഒരു നിമിഷം ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിക്കും. സ്നേഹനാഥനായ തമ്പുരാനെ, ദിവ്യകാനീശോയെ, പരിശുദ്ധ അമ്മയെപ്പോലെ ദാസിയുടെ മനോഭാവം സ്വന്തമാക്കിക്കൊണ്ട് എളിമയിൽ വിനയത്തിൽ വളർന്നുകൊണ്ട് അങ്ങയുടെ കരുണ നിറഞ്ഞ കടാക്ഷത്തെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതം സൗഭാഗ്യപൂർണ്ണമായി തീരുവാൻ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ടവളുമായി തീരുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പരിശുദ്ധ അമ്മ പ്രകീർത്തിച്ച പോലെ സകലരും എന്നെ കാണുന്നവരും എൻ്റെ അടുത്തേക്ക് വരുന്നവരും ഞങ്ങൾ സംസാരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ദൈവത്തിന് പ്രിയപ്പെട്ടവരുമായി മാറുവാനും അവരെല്ലാം ദൈവോന്മുഖ
മനോഹരായി വാർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് നൽകിയാലും. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എളിമയുടെ താഴ്വരയിലാണ് പുണ്യങ്ങളുടെ പുഷ്പങ്ങൾ വിരിയുന്ന വചനം. എന്നാൽ ശക്തമായ സന്ദേശം ഉള്ളിൽ നിറയട്ടെ. എളിമയോടുകൂടി അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുകൊണ്ട് ഭാഗ്യവാനും ഭാഗ്യവതിയായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.